ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശം ജംഗ്ഷനിലാണ്. വെളുപ്പിന് 3 മണിയാവാറായിട്ടില്ല. എനിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ല. അപ്പോൾ ഇന്ന് ഉറക്കം വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഒരു ചായയുണ്ട്. ഞാൻ ഈ പറയുന്ന കാരണങ്ങൾ മിക്ക പുരുഷന്മാരിലും ഉണ്ടാവാറുണ്ട്. അതായത് പ്രത്യേകിച്ച് 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള മിക്ക പുരുഷന്മാരിലും ഞാൻ ഈ പറയാൻ പോകുന്നൊരു കാരണം ഉണ്ടാവാറുണ്ട്. ആ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, അകാരണമാണ്. അതായത് എന്താണ് ടെൻഷൻ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവാത്ത ഒരു തരത്തിലുള്ള പ്രശ്നം. ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ നാളെക്കുറിച്ച് ഞാൻ എന്താണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ആക്ച്വൽ പ്രശ്നം എന്ന് മനസ്സിലാവാത്ത ഒരു തരം ടെൻഷൻ. അത് ഏറ്റവും കുറഞ്ഞ മാസത്തിൽ ഒരു 2-3 തവണയെങ്കിലും നമുക്കുണ്ടാവും. അത് ഭ്രാന്തൊന്നുമല്ല കേട്ടോ. അതായത് ഒരുതരം വല്ലാത്തൊരു മാനസികാവസ്ഥ. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ വന്നു കഴിയുമ്പോൾ കണ്ണിൽ നിന്ന് ഉറക്കം പോകും. അതായത് യാതൊരു തരത്തിലും എത്രത്തോളം ശ്രമിച്ചാലും എന്തൊക്കെ കാണിച്ച് എത്രത്തോളം ശ്രമിച്ചാലും നമുക്ക് ഉറക്കം വരില്ല. അതൊരു 40 വയസ്സ് അടുക്കാറാകുമ്പോഴാണ്, അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല. അതായത് ഇത്തരത്തിലുള്ള ദിവസങ്ങൾ കൂടിക്കൂടി വരും. ഈ ഉറക്കമില്ലാതാവുന്ന ഒരുപാട് ദിവസങ്ങൾ വരും. നമ്മുടെ മക്കൾ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ മക്കളെക്കുറിച്ചുള്ള പിന്നെ വൈഫിന് വയ്യാതിരിക്കുകയോ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ആവശ്യങ്ങൾ വരികയോ, നാളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അതില്ലല്ലോ, അയ്യോ ഒന്നും ആവാൻ പറ്റിയില്ലല്ലോ, ഇത്രയും പ്രായമായി വന്നു, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം അന്ന് രാത്രിയിലെ ഉറക്കം തന്നെ ഇല്ലാതാക്കിയത്. അങ്ങനത്തെ ഒരു രാത്രിയാണ് ഇന്ന് എൻ്റെ. അതുകൊണ്ടാണ് ഈ വെളുപ്പിന് 3 മണി അല്ലേ, ഏകദേശം 3 മണിയാവാറായിട്ടുണ്ട്. ഈ 3 മണിയായിട്ടും എനിക്ക് ഉറക്കമില്ലാതെ ഇവിടെ ഞാൻ ദേശത്ത് വന്നിരിക്കുന്നത്. ഇപ്പം ആണെങ്കിൽ വൈഫും കുട്ടിക്കും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ എന്തെന്നില്ലാത്ത വല്ലാത്തൊരു വല്ലാത്തൊരു പ്രശ്നം, ഒരു വല്ലാത്തൊരു കാളരാത്രി എന്ന് പറയില്ല, ഇത് ഉറക്കം നമ്മളെ മാറി നിൽക്കും. എന്നാൽ ഇവിടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പായ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരുന്ന ആളെയാണ്. അതായത് യാതൊരു വിധത്തിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്കൊന്നും അങ്ങനെ യാതൊരു ചിന്തയുണ്ടാവുന്നില്ല. അങ്ങനെ പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ രാത്രിയിൽ എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാറുണ്ട്. പക്ഷേ ആദ്യം കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ടെൻഷൻ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ള ഒരു പേടി കാര്യങ്ങൾ, പിന്നെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടിയുടെ ഫ്യൂച്ചർ, പിന്നെ പല കാര്യങ്ങളും. ഇത് പ്രത്യേകിച്ച് ഒരുപാട് കടങ്ങളുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് കടങ്ങൾ, ഭയങ്കരമായിട്ട് കടങ്ങളുണ്ടായിരുന്ന ഒരാളാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും. അങ്ങനെ കടങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു യൂട്യൂബറായി മാറിയത്. അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടൊക്കെ ഒരുപാട് കടങ്ങൾ വീട്ടി. ഇപ്പോഴുണ്ട് ചെറിയ കടങ്ങൾ, എന്നാലും അത് വീട്ടാവുന്ന കടങ്ങളേ ഉള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ ചില ദിവസങ്ങളിൽ നമ്മുടെ ഉറക്കം തന്നെ ഇല്ലാണ്ടായിപ്പോയി. എത്ര ശ്രമിച്ചാലും എന്തൊക്കെ കാണുന്നു തല കുത്തി നിന്നാൽ പോലും ഉറക്കം വരില്ല. എന്നിട്ട് വെളുപ്പിന് ഒരു 4 മണി അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ ഉറക്കം വരും. അങ്ങനെ 5 മണിക്ക് കിടന്നുറങ്ങിയാലും കൂടുതൽ സമയം കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം വീട്ടിൽ കുട്ടികളാണ്. അവനെ എഴുന്നേൽക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എഴുന്നേറ്റ് പോകും. പിന്നെ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 16 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജിമ്മിൽ ജോയിൻ ചെയ്തേക്കാണ്. അതുവരെ വീട്ടിൽ ചെറിയ രീതിയിൽ എക്സസൈസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വയറ് കുറയുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ കുറച്ച് നാൾ സ്വിഗ്ഗിയിൽ ഒരു 7 വർഷം സ്വിഗ്ഗിയിൽ ജോലി ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് രാത്രി ജോലി ചെയ്തത്, അന്ന് ഈ ഉറക്കം നിന്നിട്ടുള്ള ജോലിയായിരുന്നു. പ്രത്യേകിച്ച് വെളുപ്പിന് 2 മണി വരെ അല്ലെങ്കിൽ 3 മണി വരെയൊക്കെ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി 2 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്ന് പിന്നെ ഈ 2 മണിക്ക് ഫുഡായിട്ട് കഴിക്കുന്നതാണെങ്കിൽ എത്രത്തോളം ചിലവ് കുറയ്ക്കാവുക. അതായത് ഇപ്പോൾ ഒരു 2 പൊറോട്ട അല്ലെങ്കിൽ 3 പൊറോട്ട, എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവി. ആ സമയത്തൊക്കെ പൊറോട്ട കഴിക്കുന്നത് ഞാൻ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം നമുക്ക് ശരിക്കും ഡൈജഷൻ ഇല്ലാത്ത സമയമാണ് ഈ രാത്രി എന്ന് പറയുന്നത്. കിടന്നുറങ്ങുന്ന സമയമാണല്ലോ. പക്ഷേ ആ ഒരു റുട്ടീൻ, അതായത് ശരിക്കും കിടന്നുറങ്ങേണ്ട സമയത്തിൽ ഫുഡ് കഴിച്ചും വർക്കും ചെയ്ത് നടന്ന് അവസാനം ഡൈജഷൻ്റെ ആ ഒരു സൈക്കിളൊക്കെ മാറിപ്പോയി. കാരണം ഒരു 6-7 വർഷം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത് ജിമ്മിൽ ചേർന്നതിന്. അതുകൊണ്ട് തന്നെ വയറൊക്കെ ചാടി വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് വയറ് ചാടി വരുന്നു.
പിന്നെ അതുപോലെ ഭയങ്കര ഗ്യാസ് ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ ശരീരത്തിന് ഭയങ്കര ചീർപ്പ്, അതായത് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കി, 78 കിലോ ഉണ്ട്. 78 കിലോ, എൻ്റെ ഹൈറ്റിന് 78 കിലോ ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ മുട്ടിന് ചെറിയ വേദന. ഇപ്പോഴാണ് ഞാൻ കുറച്ച് നാളായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു പ്രശ്നം, അതായത് എൻ്റെ ഈ മുട്ടിനുള്ള പ്രശ്നം ഭയങ്കരമായിട്ട് കൂടുതലാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ട്രെയിനൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും, എന്തായാലും കുറേ സമയം നിൽക്കണം. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോയി, അതിൽ എനിക്ക് തോന്നുന്നു കണ്ണൂർ എത്തിയപ്പോൾ എനിക്കൊന്ന് ഇരിക്കാൻ സ്ഥലം കിട്ടിയോ, അതുവരെ ഞാൻ നിൽക്കേണ്ട വന്നു. ഇത് ആലുവയിൽ നിന്ന് കണ്ണൂർ വരെ നിൽക്കേണ്ട വന്നു. പിന്നെയാണ് അവിടെ നിന്ന് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. ഇതിലിപ്പോൾ കണ്ണൂർ വരെ നിന്നതും കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ ഇരുന്നതും ഒരേപോലെയായിരുന്നു. കാരണം അമ്മാതിരി തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അത്രയും എന്താ പറയുക, അത്രയും പ്രശ്നം എൻ്റെ മുട്ടിനൊക്കെ വന്നു. കാരണം എൻ്റെ ഈ ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെ ഇത്രയും ബോഡി വെയിറ്റ് വരാനുള്ള കാരണം ആ സ്വിഗ്ഗിയിലുള്ള ജോലിയാട്ടോ. കാരണം അപ്പോഴത്തെ ആ ഒരു എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരം ഇല്ലാതാക്കിക്കൊണ്ടുള്ളൊരു ജോലിയായിരുന്നു ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഞാൻ വീണ്ടും ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഉറക്കം വരുന്നേ ഇല്ല. ഇന്നാണ് പ്രത്യേകിച്ച് വളരെ സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് ഒരുമിച്ച് പുറത്തൊക്കെ പോയി, അവർക്ക് ആവശ്യമുള്ളതും എനിക്ക് ആവശ്യമുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നു. അങ്ങനെ ഒരുമിച്ച് പുറത്തൊക്കെ പോയി വളരെ സന്തോഷത്തോടെ ഞങ്ങൾ വന്നതാണ്. പക്ഷേ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉറക്കം എവിടെ പോയെന്ന് അറിയില്ല. ഇത് സാധാരണ പുരുഷന്മാർക്ക് ഉണ്ടാവാറുണ്ട്. ചില സമയങ്ങളിൽ പുരുഷന്മാർക്ക് എത്ര ശ്രമിച്ചാലും ഉറക്കം വരില്ല. അപ്പോൾ എന്തായാലും ഇത് എൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ പറഞ്ഞത്. എന്തായാലും അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കണം കേട്ടോ.